ഉണ്ടാവില്ല, വേറെ ഏജന്റാണ് ഞങ്ങൾ നോക്കി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗത്ത് ഞാനും എൻ്റെ കൂടെ 2 ഗസറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. രണ്ടുപേരും GSTയിൽ ഗസറ്റ് ഉദ്യോഗസ്ഥരാണ്. അതായത് ഷിയാസ്, ബിജുമോൻ സാർ, രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മുടെ കൈ ഇതിനകത്ത് നോക്കും, ഈ കാറിൻ്റെ അനിയും നോക്കും. അത് സാമ്പിൾ നമ്മൾ എടുക്കും, കാരണം കളർ ചേഞ്ച് വല്ലതും വരുന്നുണ്ടെന്ന് അറിയാം. അതിനുശേഷം ഈ പൈസ വാങ്ങിയെന്ന് പറയുന്ന ആളെ കൊണ്ട് ഞങ്ങൾ പിടിക്കും. അപ്പോൾ ആ വരുന്ന സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിൽ. നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയാണ് വിജിലൻസ് പിടിയിലായത്. ഞാൻ പറഞ്ഞ ഇതാണ് എൻ്റെ പരിപാടി. മാറ്റമൊന്നുമില്ല, കളർ മാറ്റമൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് വേണം, അദ്ദേഹമാണ് പൈസ വാങ്ങിയാണ്, അദ്ദേഹത്തിൻ്റെ ഇത് മാറ്റാം, ഇത് ആഴ്ച മാറ്റാം. മാറ്റിയിട്ട് കളയാ എത്ര നടക്കുന്നുണ്ടാകും. കുഴപ്പമില്ല, അവിടെ ഒരു തുണിയില്ലുണ്ട്, പേപ്പറിലുണ്ട്. ചോർപ്പൂടെ കഴിയെടുക്കണേ, ചോർപ്പും കഴിയെടുക്കണേ കേട്ടോ. ഇവിടെ ഞാൻ പക്കറ്റിട്ട് ഇവിടെ വെള്ളം വെച്ചാൽ അതിനെ പറ്റി കഴിയാം. പണം കൈമാറാൻ ഇടനിലക്കാരനായ റോഷനെയും വിജിലൻസ് പിടികൂടി. നിങ്ങളല്ല തടസ്സപ്പെടുത്താം, നമ്മുടെ ഒരു അവസരം കൊടുക്കും. ശരിക്കും തിരുമിക്കോ, കൈ തിരുമോ. ഒരു കുപ്പി തന്നെ, കുപ്പി കൊടുക്കാം. വീണ്ടും അത് കൊണ്ടാൻ കൊടുക്കും. കഴിക്കേ തെറ്റത് അത് പിന്നെ ABCD ഇത് D പൊട്ടിക്കല്ല, അത് D. കഴിയോ പുറത്തോട്ട് എല്ലാം കണക്കാക്കിയതാണ്. ഇടത് മുഖ ശരിക്കും വിട്ടേക്ക് അവിടെ ഇരുന്നോ. ഇപ്പൊ അദ്ദേഹത്തിന് എടുക്കണം. അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല, കിട്ടിയില്ല, പക്ഷെ നമുക്ക് എടുക്കണം. കഴിക്കൊണ്ട് വന്നേ, ഒരു കുപ്പി കരവെള്ളം കൂടെ വേണേ. അപ്പൊ ഇതിലൊരെണ്ണം കൂടുതൽ വരും കേട്ടോ. നമ്മുടെ സാധാരണ ഇതിനേക്കാളും കൂടുതൽ ഈ നമ്പറുകൾ കൂടുതൽ വരും, ബുക്കിംഗ് കൂടുതൽ വേണ്ടി വരും. അവിടെ എടുക്കാൻ പിന്നെ വാങ്ങിച്ച് പാലിന് നോക്കുന്നുണ്ടെങ്കിൽ പാലിന് മേടിക്കുന്നത്. പാലിന്റെ മുണ്ട് മേടിച്ചിട്ട് നോക്കാം. അത് തന്നെ
അതിൻ്റെ നമുക്ക് കിഴക്കഞ്ചില്ല പല്ല് മേടിച്ച് അവിടെ നോക്കില്ല നമ്മളെ കൊണ്ട് വേറെ പറ്റും അദ്ദേഹം മേടിച്ച് ഒരു മുണ്ട് മേടിക്കാൻ വേണ്ടിയില്ല മുണ്ട് സാറേ ആ ബോളിങ് വെച്ച് പുള്ളി മീഡിയേറ്റർ ഫിലിപ്പ് സാറിനോട് വരാൻ പറയണം. ഫിലിപ്പ് സാർ വന്നിട്ടുണ്ട്. ഫിലിപ്പ് സാർ ബിജു ഒരു മുണ്ട് മേടിക്കാൻ പറഞ്ഞു. ബോട്ടിൽ തന്നെ അദ്ദേഹം വാങ്ങിയില്ല മറ്റേ വാങ്ങിയില്ല മറ്റേ കൈ കൊണ്ട് കഴിയില്ല. ഒന്നര കഴിക്കാം സാറേ എന്നാ റൈറ്റ് ഹാൻഡ് A1 റൈറ്റ് ഹാൻഡ് A1 നിങ്ങളൊന്ന് ഒന്ന് പറയണം. ഇനി നമുക്ക് പുള്ളിയെ കണ്ട പാലിന്റെ പക്കട വെച്ചായിരുന്നോ? പാലിന്റെ പക്കട വെച്ചായിരുന്നോ? ഏതൊക്കെ വെച്ചായിരുന്നു അത് കഴുകി വേണേ. ഒന്ന് വരാൻ പറയും. ഫോൺ ചെയ്യും. ഒത്തിരി കാലമുണ്ട്. കുപ്പി 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 ചോദിച്ചിട്ട് പുള്ളിയെ കണ്ടെടുക്കും. നിങ്ങളൊന്ന് എവിടെ വെച്ചാന്ന് പറഞ്ഞു. എന്താണ് ഇടാൻ ആവശ്യം തോന്നിയിട്ട് പെട്ടെന്ന് ഇതാണ് നിങ്ങളുടെ പൈസ അല്ലേ? കിടക്കുന്നല്ലേ? സാറേ
എൻട്രസ്റ്റ്മെന്റ് മാസത്തെ ഒരു കോപ്പിയാ എൻട്രസ്റ്റ്മെന്റ് മാസത്തെ ഒരു കോപ്പി എൻട്രസ്റ്റ്മെന്റ് മാസത്തെ കോപ്പി നോട്ടിന്റെ ഉണ്ടോ നോട്ടിന്റെ ഫോട്ടോ കോപ്പി സാറ് ടിക്ക് ചെയ്യണം ബുക്കല്ല ആദ്യം നോട്ട് നോക്കിയിട്ട് എണ്ണം പറഞ്ഞിട്ട് നോക്കി ടിക്ക് ചെയ്ത് അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ സീൽ നമ്പർ പറഞ്ഞോ 2cc 69 കണ്ടിന്യൂസ് ആണ്. മിക്സ് ആയി പോകുന്നു മോഡലല്ലേ 2cc 62 21 00. ഇടനിലക്കാരൻ മുഖേന തൊടുപുഴ നഗരസഭയിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടിയത്. തൊടുപുഴയ്ക്ക് സമീപം കുമ്പങ്കലിലുള്ള BTM LP സ്കൂളിൻ്റെ ഫിറ്റ്നസ് ആവശ്യത്തിനായി സ്കൂൾ അധികൃതർ 1 മാസം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും ഫിറ്റ്നസ് നൽകാൻ തയ്യാറായില്ല. പിന്നീട് സ്കൂൾ അധികൃതർ പലതവണ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചെങ്കിലും ലഭ്യമായില്ല. തുടർന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്കൂൾ അധികൃതരോട് AEക്ക് പണം നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറഞ്ഞതായി വിജിലൻസ് വ്യക്തമാക്കി. ഇതനുസരിച്ച് AE ചെന്ന് കണ്ടപ്പോൾ 1 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു. AEയുടെ സുഹൃത്ത് റോഷൻ വഴി പണം കൈപ്പറ്റുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിലാകുന്നത്. എണ്ണെന്ന് കൊടുത്ത് ഓരോന്ന് എണ്ണി വെച്ചാൽ മതി. എല്ലാത്തിലും മാറ്റം
സാറേ സാറേ ഇത് സാറേ 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 ജയമ സാറേ ഇത് കഴിയല്ലേ നോട്ട് കഴിഞ്ഞിട്ട് പേപ്പർ വൈപ്പ് ചെയ്ത് കേട്ടോ ജ്യൂസായി പേപ്പർ വൈപ്പ് ചെയ്ത് ഇന്ന് ജ്യൂസ് ഉണ്ടോ ഇന്ന് ജ്യൂസ് ഇതിനകത്ത് എടുത്ത് വെച്ചോ ഉണങ്ങി കഴിയുമ്പോൾ കുപ്പി വേണേ ഒരു കുപ്പിയല്ല 2 കുപ്പി. സ്കൂൾ മാനേജറുടെ പരാതിയിലാണ് നടപടി. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ തൊടുപുഴ കൊമ്മങ്കലിലുള്ളൊരു BTM LP സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ എല്ലാ സ്കൂളിലും വർഷത്തിലൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തു. ഇവിടുത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത അജി എന്ന് പറയുന്ന ആളത് പോയി പരിശോധിക്കുകയും എന്നാൽ ഇതുവരെ അയാളെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഇയാളോട് കയറി ഇറങ്ങി അഡ്മിനിസ്ട്രേറ്റർ കയറി ഇറങ്ങി അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ് അദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് പൈസ കൊടുക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും. അപ്പോൾ അത്രയും വലിയൊരു തുക ആയതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഇസ്മായിൽ അയാളെ ഇതിൻ്റെ ഉടമസ്ഥന് അജിനെ ഉപയോഗിക്കണം അദ്ദേഹത്തെ വിവരം അറിയിക്കുകയും അദ്ദേഹം ഈ അജിയെ മുകളിലൂടെ ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഈ 1 ലക്ഷം രൂപ തന്നെ ആവശ്യപ്പെടുകയും അതൊട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് മൊഴി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് കേസെടുത്തു. അതിൽ 1-ാം പ്രതി അജി CT ആണ് എഞ്ചിനീയർ. 2-ാം പ്രതിയായിട്ട് ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അബറ്റ്മെൻ്റാണ്. അദ്ദേഹത്തെ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. അദ്ദേഹം കൈക്കൂലി കൊടുക്കാൻ പ്രേരിപ്പിച്ചൊരു കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്യാമറയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് ഈ പൈസ മറ്റൊരാളെ വിളിച്ചിട്ട് അതൊരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിക്കുകയും അത് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ആ പണം കൈമാറുകയും ചെയ്തു. അത് റോഷൻ എന്ന് പറയുന്ന ഒരാളാണ് കോൺട്രാക്ടർ. അദ്ദേഹത്തെയാണ് പൈസ ഏൽപ്പിച്ചത്. അപ്പം പണം നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതും കൊടുത്തു. അത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ അജി CT പിന്നീട് ഇപ്പോൾ ഈ പണം വാങ്ങിയ റോഷനെയും നമ്മൾ അറസ്റ്റ് ചെയ്തു. നാളെ മൂവാറ്റുപുഴ കേസ് ആയിരുന്നു. ഈ റോഷനെതിരെ വേറെ ക്രിമിനൽ ആക്ഷൻ എടുക്കാം. കാരണം അതൊരു സിവിലിയനാണ്. അല്ല, സിവിലിയനാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് ഓഫ് ഈ എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ഏജന്റ് എന്ന നിലയിൽ ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നാളെ കോടതി ഹാജരാക്കും. കോടതി ബാക്കി കാര്യങ്ങൾ ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ചെയർമാനെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല. ചെയർമാൻ നമ്മൾ FIR പ്രതിയാണ്. അപ്പോൾ അദ്ദേഹം ബാക്കി അതിൻ്റെ അന്വേഷണത്തിൽ കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് നമുക്കുള്ളത്. ചെയർമാൻ ആവശ്യപ്പെട്ടുന്നുണ്ട്. അതിന് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ തെളിവുകളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. 2-ാം പ്രതിയായിട്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടുന്നവർക്ക് നിലവിൽ നമ്മൾ അജിയെ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. പുള്ളി അക്സെപ്റ്റ് ചെയ്തു. ഇതെങ്ങനെ ആവശ്യപ്പെട്ടാന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അദ്ദേഹം വിളിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റു പേരുകളോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. ഇടനിലക്കാരായിട്ടുള്ള ബന്ധം നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത് അല്ല, അത് നമ്മൾ കൂടുതൽ അവരുടെ CDR-ഉം മറ്റ് ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇനി കൂടുതൽ വേറെ ആൾക്കാരുടെ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ 2-ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.